നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. നമ്മൾ വാർത്ത തുടങ്ങുന്നത് ഈ മാസം 29 തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം, ഒരു വർഷം 12 ഹ്രസ്വചിത്രം എന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു മെഗാ ഇവൻറ്റും ഒരു കുടുംബ സംഘവും വേണൂസ് കോളേജിൽ വെച്ച് നടക്കുകയാണ്. അന്ന് തന്നെ ഞങ്ങളുടെ 13ാമത്തെ സിനിമ തനിയെ അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ബഹുമാന്യനായ MLA ആണ് നടത്തുക. വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു ദൗത്യമാണ് പൂർത്തീകരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഉദ്ഘാടനവും യൂട്യൂബ് റിലീസും നടത്തിയത് ബഹുമാന്യനായ MLA ആണ്. എല്ലാ ഉദ്ഘാടന വേളകളിലും അധ്യക്ഷനായിരുന്നത് ഇളമ്പഴൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായ അനിൽകുമാർ സാറാണ്. ചർച്ച തുടങ്ങി വെക്കുന്നതും ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് വേണു സാറും പെരുമ്പഴ ഗോപാലകൃഷ്ണ പിള്ളയും തുടങ്ങിയവരാണ്. എല്ലാത്തിലും ഒരേ ആൾക്കാർ പങ്കെടുക്കുന്നു, ഒരേപോലെ കാണികളിൽ മാത്രമാണ് വ്യത്യാസമുണ്ടായിട്ടുള്ളത്. അതിലും എല്ലാ ദിവസവും ഞങ്ങളുടെ 6 മുതൽ തനിയെ വരെയുള്ള സിനിമകളുടെ പ്രേക്ഷകനായി ഒരു സിനിമയും മുടങ്ങാതെ എത്തിയ ഒരാളുണ്ട്. അത് ഞങ്ങൾ സസ്പെൻസ് ബുക്കാണ്. അത് 29 തീയതി ഇതിൻ്റെ സമാപന വേളയിൽ ആ പേര് ഞങ്ങൾ റിലീസ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി 29-ന് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്തിച്ചേരണം. ഒപ്പം ഞങ്ങളുടെ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുകയും മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തുനിന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. നാളെ ഡിസംബർ 16 വിജയ ദിനമാണ്. വിക്ടറി ഡേ. ബഹ്റിൻ ദേശീയ ദിനമാണ്. നാഷണൽ ഡേ ഓഫ് ബഹ്റിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാഴികക്കല്ലായ ബോസ്റ്റൺ ടീ പാർട്ടി അരങ്ങേറി 1773 ഇത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു. 1915 പ്രസിദ്ധീകരിച്ചത്. തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്കായി പ്രത്യേകം സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് നിരാഹാരമിരുന്ന ആന്ധ്രയിലെ പൂർത്തി ശ്രീരാമലു അന്തരിച്ചു. 1952 ഈ വിയോഗം. പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റിൻ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1971 ഈ സ്വാതന്ത്ര്യ നേട്ടം. വാതക ദുരന്തത്തെ തുടർന്ന് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ അവശേഷിച്ച മീഥൈൽ ഐസോസൈനേറ്റും നിർവീര്യമാക്കാനുള്ള ഓപ്പറേഷൻ ഫെയ്ത്ത് ആരംഭിച്ചു. 1984 ഇത്. 1971 നമ്മുടെ വിമോചന യുദ്ധത്തിലെ ആത്യന്തിക വിജയത്തിൻ്റെ സ്മരണയ്ക്കായി ഡിസംബർ 16 വിജയദിനം ആഘോഷിക്കുന്നു. 1971 ഈ ദിവസമാണ് പാകിസ്ഥാൻ സൈന്യം ധാക്കയിൽ കീഴടങ്ങിയത്. സഖ്യസേനാ കമാൻഡർ ജനറൽ ജഗ്ദീപ് സിംഗ് അറോറയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ ജനറൽ AAK നിയാസി ഔദ്യോഗികമായി കീഴടങ്ങി. നീണ്ട 9 മാസത്തെ വംശഹത്യയ്ക്കും രക്തസ്നാനത്തിനും ശേഷം ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടി. 1971 മാർച്ച് 26 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതു മുതൽ ഡിസംബർ 16 വരെ വിജയം നേടിയതുവരെ 3 ദശലക്ഷം ആളുകൾ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചു. രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി രാജ്യത്തുടനീളം വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. നക്ഷത്ര പൊൻപ്രഭയിൽ ആരും കൊതിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളുമായി ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഓരോ പർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളോടൊപ്പം ആഘോഷങ്ങൾ കൂടുതൽ മധുരകരമാക്കുവാൻ കൈനിറയെ ക്രിസ്മസ് കേക്കും. വിവാഹ പാർട്ടികൾക്ക് വെറും 2% മുതൽ പണിക്കൂലി. ചിന്നൂസ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ ഓഫർ ദിനങ്ങളിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പവന് 400 രൂപ അധികം നേടുവാനുള്ള അവസരം. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ ക്രിസ്മസ് നാളുകൾ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിനൊപ്പം ആഘോഷമാക്കാം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കുറ്റിച്ചിറ സപ്ലൈകോയുടെ മുന്നിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹാറൂൺ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാൻ മുട്ടക്കാവിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ വിനോദ് കോണിൽ, നിസാർ പാലവിള, ഇബ്രാഹിം കുട്ടി, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ വിഷ്ണുരാജ്, ജയൻ, സെയ്ദ്, നൌഷാദ്, അശ്വിൻ മാമൂള്, തോപ്പിൽ നിസാർ, അക്ബർ, നിയാസ്, അസ്ലാം എന്നിവർ സംസാരിച്ചു. ലൈല ക്രിയേഷൻസ് മെഗാ ഇവന്റ് ഡിസംബർ 29 ഞായറാഴ്ച ആശുപത്രിമുക്ക് വേണൂസ് കോളേജിൽ. ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ 13 ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം, അനുമോദനം, ആദരിക്കൽ എന്നിവ നടക്കുന്നു. ലൈല ക്രിയേഷൻസിന്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബത്തോടൊപ്പം മെഗാ ഇവന്റിൽ പങ്കാളികളായേക്കും. ബഹുമാന്യനായ PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഇളമ്പളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്നു. നിർമ്മാതാവ് ചിന്നൂസ് O അബ്ദുൽ മുത്തലീഫ്, ചാപ്റ്റർ T മോഹനൻ, വേണൂസ് ഡയറക്ടർ R വേണുഗോപാലപിള്ള, CVN കളരി ശിവകുമാർ ഗുരുക്കൾ, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുന്നു. 29 2:30 മുതൽ സിനിമാ പ്രദർശനം ആരംഭിക്കും. 5 മണിക്ക് അനുമോദന സമ്മേളനം. എല്ലാവരും പങ്കെടുക്കുമല്ലോ. കേരളത്തിൽ സിനിമയെ ജനകീയവൽക്കരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ടായതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ജോൺ അബ്രഹാമിൻ്റെ ഒഡേസ ഫിലിം സൊസൈറ്റിയൊക്കെ നടത്തിയ ജനകീയ സിനിമാ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കുണ്ട്രയിൽ നിന്നും വരുന്നത് മറ്റൊരു സിനിമാ സംബന്ധമായ അഭിമാനകരമായ വാർത്തയാണ്. ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഒരു മാസം ഒരു സിനിമ എന്ന നിലയിൽ ആ സിനിമ ഒരു സംവിധായിക തന്നെ LT ധർമ്മ എന്ന യുവ സംവിധായികയുടെ നേതൃത്വത്തിൽ അവർ ഒരു മാസം ഒരു സിനിമ എന്ന നിലയിൽ ആ സിനിമ ഇപ്പോൾ 12ാമത്തെ സിനിമ ഡിസംബർ 29 അതിൻ്റെ 12ാമത്തെ സിനിമയുടെ പ്രദർശനം നടക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായ അഭിമാനം, ഒന്ന് എൻ്റെ നിയമസഭാ നിയോജക മണ്ഡലമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് വേദിയായത്. LT ധർമ്മ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ആളാണ്. അതിൻ്റെ ഒപ്പമുള്ള ശ്രീ തുളസി അവർകൾ ലൈല ക്രിയേഷൻസിൻ്റെ പിന്നിലുള്ള അദ്ദേഹവും എൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്, എൻ്റെ സ്നേഹിതനാണ്. അതിനേക്കാളെല്ലാം ഉപരി എൻ്റെ അഭിമാനം ഇതിലെ 11 സിനിമകളും ആ സിനിമകളുടെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പലപ്പോഴും നമ്മുടെ സംഘടനാപരമായ ഉത്തരവാദിത്വം, സാമാജികൻ എന്ന നിലയിലുള്ള തിരക്കുകൾ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ, ഇതിനിടയിൽ ഇത് ഏതെങ്കിലും ഒരു മാസമെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ 11 മാസവും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി 12ാമത്തെ സിനിമ പ്രദർശിപ്പിക്കുന്നതോടുകൂടി ഇത് ഒരു മാസം ഒരു സിനിമ, ഒരു വർഷം 12 സിനിമ എന്ന വലിയ അഭിമാനകരമായ നേട്ടത്തിലേക്ക്, അതോടൊപ്പം കലാമൂല്യമുള്ള ജനങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രത്യേകമായി എടുത്തുകൊണ്ട് ഈ സിനിമകളുടെ പ്രമേയമാക്കി മാറ്റാൻ കാണിച്ച താല്പര്യം, ഇതിനെല്ലാം പ്രത്യേകമായ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. AEOയ്ക്കെതിരെ പ്രമേയം പാസാക്കി KSTA ഉപജില്ലാ സമ്മേളനം. KSTA അംഗമായിരുന്ന AEOയ്ക്കെതിരെ പ്രമേയം പാസാക്കി KSTA കുണ്ടറ ഉപജില്ലാ സമ്മേളനം. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൊതുവിദ്യാഭ്യാസം കരുത്തായിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് കുണ്ടറ AEOയുടേത്. സ്വകാര്യ CBSE മാനേജ്മെന്റുകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പൊതുവിദ്യാലയങ്ങളെ തകർക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന അധ്യാപക സംഘടനാ പ്രവർത്തകരെയും അവഹേളിക്കുന്ന നിലപാടാണ് AEO സ്വീകരിച്ചു വരുന്നതെന്നും പ്രമേയം പറയുന്നു. സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം BM ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് B ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മഹേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം J ശശികല, ജില്ലാ ട്രഷറർ VK ആദർശ് കുമാർ, ഉപജില്ലാ സെക്രട്ടറി C ശൈലജ, ജിജു മാത്യു, R അനിൽകുമാർ, R ശ്രീരാജ്, S അൻസാർ, ജിൻ ചാൾസ്, ഫില്ലിസ് ജോസഫ്, BC ബിജു, LS ജയകുമാർ, ഉണ്ണി ദിവാകരൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി CE ശൈലജയെയും സെക്രട്ടറിയായി ജിജു മാത്യുവിനെ, ട്രഷററായി ജിൻ ചാൾസിനെയും തെരഞ്ഞെടുത്തു. നമ്മൾ പ്രതീക്ഷിച്ച
മെട്രോ മോഡൽ എന്ന ദുരന്ത കാലത്ത് 1 കോടി രൂപയാണ് നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിൽ 1.5 കോടിയിൽ പരം രൂപ സമാഹരിച്ച ആ ഭൂമിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് നിരവധി അധ്യാപക പ്രസ്ഥാനങ്ങളുണ്ടല്ലോ. മറ്റേത് അധ്യാപക പ്രസ്ഥാനത്തിനാണ് ഇത്തരത്തിലൊരു അവകാശം, ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തിയത് അവകാശപ്പെടാനല്ലോ ഒന്ന് പരിശോധിച്ചു. നമ്മുടെ മുന്നിലേക്ക് നിരവധി അധ്യാപക പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫുകളോട് മറ്റേതെങ്കിലും ഒരു അധ്യാപക പ്രസ്ഥാനത്തിനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം അവകാശപ്പെടാനാകുമോ? സഹാബ് സൂചിപ്പിച്ചല്ലോ, നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ഇപ്റ്റ ഇളമ്പള്ളൂർ യൂണിറ്റ് രൂപവത്കരിച്ചു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റയുടെ ഇളമ്പള്ളൂർ യൂണിറ്റ് രൂപീകരിച്ചു. ഇളമ്പള്ളൂർ റോട്ടറി ക്ലബ് ഹാളിൽ ഇപ്റ്റ സംസ്ഥാന കമ്മിറ്റി അംഗം ആർട്ടിസ്റ്റ് ബൈജു പുനക്കന്നൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുളവന രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വേണു കുഴിമതിക്കാട്, ജില്ലാ കമ്മിറ്റി അംഗം SS ശിവപ്രസാദ്, ഇളമ്പള്ളൂർ പഞ്ചായത്ത് അംഗം CM സെയ്ഫ്, CPI ഇളമ്പള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി OS വരുൺ, റെജി T ജോൺ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ റെജി T ജോൺ പ്രസിഡന്റ്, S രതീഷ് വൈസ് പ്രസിഡന്റ്, SS ശിവപ്രകാശ് സെക്രട്ടറി, സനു S ജോയിന്റ് സെക്രട്ടറി, OS വരുൺ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പന്തംകൊളുത്ത് പ്രകടനം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളവന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തംകൊളുത്ത് പ്രകടനം നടത്തി. പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ, സെക്രട്ടറി കുഞ്ഞുമോൻ P, ട്രഷറർ M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പണ്ടൊക്കെ വീടുകളിൽ പ്രത്യേക പലഹാരങ്ങളും മറ്റും അടിച്ചു മാറ്റി കഴിക്കുന്ന കുട്ടികൾ ചവച്ചിരിക്കുമ്പോൾ അമ്മമാർ ചോദിക്കുമായിരുന്നു, നീ എന്താടാ അല്ലെങ്കിൽ എന്താടി അയവാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ കുട്ടികൾക്ക് ഈ പ്രയോഗം പോലും അറിയില്ല. കാരണം അവർ പ്ലാസ്റ്റിക് കവറുകളുടെ ലോകത്തേക്ക് പെറ്റുവീണവരാണല്ലോ. പാലെന്ന് പറഞ്ഞാൽ കവറുപാലെന്ന് മാത്രം അറിയുന്ന കുട്ടികൾക്ക് പശുവിനെയും എരുമയും ഒന്നും അടുത്ത് പരിചയമില്ലല്ലോ. നമുക്ക് പരിചയമുണ്ടെങ്കിലല്ലേ അതിനെ നിരീക്ഷിക്കാനും അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും കഴിയൂ. പഴയ ക്ലാസ്സുകളിൽ അയവാട്ടുന്ന മൃഗം ഏതെന്ന ചോദ്യമുണ്ടായിരുന്നു. മറുപടി പശുവെന്നാണ്. അതെ, പശുക്കൾ അയവാട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പശുക്കളും എരുമകളും മറ്റും വിശ്രമവേളയിൽ അയവിറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേച്ചിൽ സമയത്ത് അധികം ചവയ്ക്കാതെ വിഴുങ്ങിയ ആഹാരം വിശ്രമ സമയത്ത് ഒരിക്കൽ കൂടി ആമാശയത്തിൽ നിന്ന് വായിലേക്ക് കൊണ്ടുവന്ന് നന്നായി ചവച്ചരയ്ക്കുന്നതിനായാണ് അയവിറക്കൽ അഥവാ അയവാട്ടൽ എന്ന് പറയുന്നത്. പശുവിനെയും മറ്റും വേട്ടയാടാൻ തക്കം പാർത്തിരിക്കുന്ന മാംസഭോജികളുണ്ട്. അതുകൊണ്ട് മേയുന്ന സമയത്ത് അപകടഭീതി കൂടാതെ ഭക്ഷണം ചവച്ചരച്ച് തിന്നാനുള്ള സാവകാശം ഇവയ്ക്ക് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാവണം മേച്ചിൽ സമയത്ത് കിട്ടുന്നവിടത്തോളം പുല്ലും ഇലകളും കടിച്ചെടുത്ത് ആമാശയത്തിനകത്താക്കുകയും പിന്നീട് അപകടഭീതിയില്ലാത്ത സങ്കേതങ്ങളിൽ എത്തിയ ശേഷം നേരത്തെ വിഴുങ്ങിയ ആഹാരം ഉരുളകളായി വായിൽ തിരിച്ചു കൊണ്ടുവന്ന് സാവധാനത്തിൽ ചവച്ചരയ്ക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള പ്രത്യേക അവയവങ്ങളും രൂപം കൊണ്ടിട്ടുണ്ട്. അയവിറക്കലിന് അനുയോജ്യമായ ആമാശയഘടനയാണ് പശുക്കൾക്കുള്ളത്. ധാരാളം ആഹാരപദാർത്ഥങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും ചവച്ചരയ്ക്കാത്തതും ചവച്ചരച്ചതുമായ ആഹാരപദാർത്ഥങ്ങൾ തമ്മിൽ കലരാതിരിക്കാനുമായി ആമാശയത്തിൽ 4 അറകൾ ഇവയ്ക്കുണ്ട്. കാട്ടുപോത്ത്, മാൻ എന്നീ മൃഗങ്ങളും അയവിറക്കുന്ന സ്വഭാവക്കാരാണ്. അതേസമയം മാംസഭോജികളെ പേടിക്കേണ്ടതില്ലാത്ത ആന തുടങ്ങിയ വലിയ മൃഗങ്ങളിൽ അയവിറക്കൽ സ്വഭാവം കാണുന്നില്ല. എങ്കിലും പൂർവികരിൽ നിന്ന് തലമുറകളിലൂടെ കിട്ടിയ ശാരീരിക പ്രത്യേകതകളും സ്വഭാവങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രം. ജാമിയ മദീനത്തുർ ഇർസുന്നബി സോൺ 2025 തുടക്കമായി. കേരളപുരം ജാമി ഉൽ അരീസിൽ സംഘടിപ്പിച്ച സോൺ 2025 തുടക്കമായി. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റും ഖാദീസിയ ഇസ്ലാമിക് കോംപ്ലക്സ് ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഓപ്പണിംഗ് സെഷൻ ഉദ്ഘാടനം ചെയ്തു. ജാമിയ മദീനത്തുറിൻ കീഴിലുള്ള 15 ഇർസുന്നബി ക്യാമ്പസുകളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. 15 ക്യാമ്പസുകളിൽ നടന്ന യൂണിറ്റ് ജേതാക്കളാണ് മത്സരാർത്ഥികൾ. ഇവിടെ നിന്നും വിജയിക്കുന്നവർ ജനുവരി 3, 4, 5 തീയതികളിലായി മാർക്കസ് ഗാർഡനിൽ വെച്ച് നടക്കുന്ന റെൻഡോവിൽ മാറ്റുരയ്ക്കും. അബ്ദുൽ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. കേരളപുരം
ജാമിഉൽ ആരീസ് മാനേജർ ഹബീബ് നൂറാനി, ഇർസുനബവി ക്യാമ്പസ് കോർഡിനേറ്റർ മുഹമ്മദ് ഉവൈസ് നൂറാനി, ജുവൈൻ നൂറാനി, മുത്തലിഫ് നൂറാനി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഷിൻഡോ റൂസിന് യുവശാസ്ത്ര പുരസ്കാരം. മികച്ച യുവശാസ്ത്രജ്ഞന് ഇന്ത്യൻ മിറ്റിയോളജിക്കൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ലഭിച്ചു. ഷിൻഡോ കൊല്ലം കുണ്ടറ പേരെ പടപ്പുകര തേജസിൽ റൂസ്വെൽറ്റിന്റെയും പുഷ്പലതയുടെയും മകനാണ്. കാനഡ മോഡിയൻ മാർഗിൽ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനാണ്. എറണാകുളം പള്ളുരുത്തി സ്വദേശിനി സൂസൻ ജോഷിയാണ് ഭാര്യ. Fewer near equatorial cyclones in the North Indian Ocean by Shinto Roos, R.S. Ajay Mohan, Pallav Rai, S.P. Zai, C.T. Sabir Ali, M. Mohapatra, S. Tarafdar, K. Mohan Kumar and M. Rajivan, published in Nature Communication, volume number 145099, is adjuncted as a best paper on tropical meteorology among the other publications considered for 2023. ഹൃദയം നിറഞ്ഞ് എങ്ങനെ കരയണമെന്നറിയാത്തവർക്ക് ഹൃദയം നിറഞ്ഞ് എങ്ങനെ ചിരിക്കണമെന്നും അറിയില്ല. മനുഷ്യന്റെ സവിശേഷതയാണ് ചിരിയും കരച്ചിലും. സന്തോഷവും സന്താപവുമാണ് ചിരിയിലേക്കും കരച്ചിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. എന്നാൽ എല്ലാ സന്തോഷവും ചിരിപ്പിക്കാറില്ല, എല്ലാ ദുഃഖവും കരയിപ്പിക്കാറുമില്ല. സന്തോഷവും ദുഃഖവും ഹൃദയസ്പർശിയായിരിക്കണം. അപ്പോഴാണ് ചിരിയോ കരച്ചിലോ ഉണ്ടാവുക. ശുദ്ധമായ മനസ്സുള്ളവരാണ് കരച്ചിൽ വരുമ്പോൾ കരയുന്നതും ചിരി വരുമ്പോൾ ചിരിക്കുന്നതും. അപ്പോൾ അവർക്ക് സ്ഥലകാലബോധം ഉണ്ടാവില്ല. സദാ ചിരിയും പുഞ്ചിരിയും പൊട്ടിച്ചിരിയുമുണ്ട്. അവയിൽ തന്നെ അസൽ ചിരിയും കള്ളച്ചിരിയും പരിഹാസ ചിരിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മനോഭാവത്തെ അളക്കുവാനുള്ള മാനദണ്ഡമാണ് ചിരി. പ്രഗത്ഭ സാഹിത്യകാരനായ ദസ്തോവസ്കി പറഞ്ഞു, ഒരു മനുഷ്യനെ അടുത്തറിയണമെങ്കിൽ, അവന്റെ ആത്മാവിന്റെ അകക്കയങ്ങളിൽ എത്തി നോക്കണമെങ്കിൽ അവൻ ചിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അകളങ്കമായും അകമൊഴിഞ്ഞുമാണ് ചിരിക്കുന്നതെങ്കിൽ അവൻ തീർച്ചയായും നല്ലവനാണ്. മനുഷ്യപ്രകൃതത്തിന്റെ ഏറ്റവും നല്ല അളവുകോലാണ് ചിരി. മുഖമനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പഴമൊഴി. മനസ്സിലെ വിചാരവികാരങ്ങളുടെ പ്രതിഫലനങ്ങൾ മുഖത്ത് പ്രകടമാകുമെന്നർത്ഥം. മനസ്സിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിലേ മുഖത്ത് പുഞ്ചിരി വിടരൂ. മനസ്സ് നിർമ്മലമല്ലെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകില്ല, പകരം വെറുപ്പും വിദ്വേഷവുമാണ് ഉണ്ടാവുക. അത്തരം മനസ്സുള്ളവന് എങ്ങനെ ആത്മാർത്ഥമായി പുഞ്ചിരിക്കുവാൻ കഴിയും? കരച്ചിൽ വരുമ്പോൾ കരയാനും ചിരി വരുമ്പോൾ ചിരിക്കാനും മാത്രം ശുദ്ധത നമ്മുടെ മനസ്സിനുണ്ടാവട്ടെ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. 6 മുതൽ തുടരുത് വരെയുള്ള സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. മുഴുവൻ സിനിമകളും നിങ്ങളൊന്ന് കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.